ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രാവണമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് കാമിക ഏകാദശി. കാമിക ഏകാദശി പാലന വീടുന്നത് 22-ാം തീയതി 6:12 മുതൽ 7:05 വരെയുള്ള സമയത്താണ്. ഈ ദിവസം ഏകാദശി ദിവസവും പാലന വീടുന്ന ദിവസവും ഏകാദശി വ്രതകഥ കേൾക്കുന്നത് ഉത്തമമാണ്. ഹരിശയനി ഏകാദശിക്ക് ശേഷം വരുന്ന ഏകാദശിയാണ് കാമിക ഏകാദശി. മാത്രമല്ല, രാമായണ മാസത്തിൽ വരുന്ന ഏകാദശി എന്ന ഖ്യാതി കൂടി കാമിക ഏകാദശിക്കുണ്ട്. ഈ ഏകാദശി വ്രതത്തിലൂടെ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും നീങ്ങുകയും സമൃദ്ധിയും സന്തോഷവും കിട്ടുകയും ചെയ്യുന്നു. മാത്രമല്ല, നമ്മുടെ മുജ്ജന്മ പാപഫലങ്ങൾ കൂടി നശിച്ചു പോകുന്നു. എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുവാനും പിതൃക്കൾക്ക് പോലും നന്മയുണ്ടാകുവാനും മോക്ഷം ലഭിക്കുവാനും ഈ ഏകാദശി വ്രതത്തിലൂടെ സാധിക്കുന്നതാണ്. ഏകാദശി വ്രതകഥ ഇപ്രകാരമാണ്. ഒരു ഗ്രാമത്തിൽ വീരനായ അതിശക്തനായ ഒരു ക്ഷത്രിയനുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരു ബ്രാഹ്മണ യുവാവുമായി ഈ ക്ഷത്രിയൻ തർക്കത്തിലേർപ്പെടുകയും തർക്കം മൂത്ത് അവസാനം അത് ഒരു യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിലുള്ള ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ ക്ഷത്രിയനാൽ ഈ ബ്രാഹ്മണൻ മരണപ്പെടുകയും ക്ഷത്രിയൻ താൻ ചെയ്ത പ്രവൃത്തിയിൽ അതീവ ദുഃഖിതനായി കാണപ്പെടുകയും ചെയ്തു. ആ ബ്രാഹ്മണൻ്റെ അന്ത്യകർമ്മത്തിൽ സന്നിഹിതനാകുവാൻ ക്ഷത്രിയൻ അതീവമായി ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇത് ബ്രാഹ്മണൻ്റെ ബന്ധുക്കളോട് ആരായുകയും ചെയ്തു. പക്ഷേ ബ്രാഹ്മണൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു എടുക്കുവാൻ സന്നദ്ധരായിരുന്നില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ഒരു പാപിയാണ്. പാപമുക്തനായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. ഞങ്ങളോടൊപ്പം ഭക്ഷണവും കഴിക്കാവുന്നതാണ്. അപ്പോൾ ക്ഷത്രിയൻ ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഈ ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് മോചിതനാവുന്നത് എന്ന്. അതിനു പകരമായി ബ്രാഹ്മണർ പറഞ്ഞു,